ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ വളരെ നിർണായകമായ വെളിപ്പെടുത്തലുമായി ബി.ജെ.പി നേതാവ് പി.സി. ജോർജ്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് പി.സി. ജോർജ് നടത്തിയിരിക്കുന്നത്. പൂഞ്ഞാറിൽ ബി.ജെ.പി നേതൃത്വം നൽകിയ 4.5 കോടി രൂപ കൈകാര്യം ചെയ്തത് ബി.ജെ.പി നേതാവ് സജി. ആരൊക്കെ വീതം പറ്റിയെന്ന് തനിക്കറിയില്ലെന്നും പി.സി. ജോർജ് പറയുന്നു. നോക്കാം എന്തൊക്കെയാണ് പി.സി. ജോർജ് പറയുന്നതെന്ന് ആദ്യം കേൾക്കാം. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ അതിന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപയെ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചേക്കുന്നത് എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിന് ഇടപാടില്ലാതെ അവിടെ പോകാം. സാമ്പത്തിക കാര്യം അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് തന്നു. 4 കോടി 45 ലക്ഷം രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തനം കൂടെ നടക്കണം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതിനകത്ത് പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ? എല്ലാ തോതിലും 31,000 രൂപ കൊടുക്കണമെന്നാണ് സ്ട്രിക്റ്റായ തീരുമാനമെടുത്ത് പണം കൊടുക്കണം. ആ പണം അവിടെ പോയി. 4.5 കോടി രൂപ പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് മാത്രം ബി.ജെ.പി നേതൃത്വം നൽകിയെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. ആ പണം എവിടെ പോയെന്നാണ് ചോദിക്കുന്നത്. ഓരോ ബൂത്തിലേക്കും 31,000 രൂപ വച്ചാണ് നൽകിയത്. പക്ഷേ ഒരു ബൂത്തിലേക്കും പണം എത്തിയിട്ടില്ല എന്ന് പി.സി. ജോർജ് പറയുന്നു. പലരും പുതിയ കാറുകൾ വാങ്ങിയെന്ന് പറയുന്നു. ആരൊക്കെ വീതം പറ്റിയെന്ന് തനിക്കറിയില്ല എന്നാണ് പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നത്. പി.സി. ജോർജിന്റെ വെളിപ്പെടുത്തലിൽ കുരുങ്ങുകയാണ് ബി.ജെ.പി നേതൃത്വം. അല്ലെങ്കിൽ തന്നെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വലിയ ആക്ഷേപങ്ങൾ ബി.ജെ.പി നേതൃത്വത്തിന് നേരെ ഉയരുമ്പോഴാണ് പി.സി. ജോർജിന്റെ ഈ വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നത്. സനോജ് ഉണ്ട് കോട്ടയത്ത് നിന്ന്. സനോജ്, 4.5 കോടി രൂപ പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് നൽകിയെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. ഒരു കാര്യം ഓർക്കുക, ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് അനുവാദമുള്ളത്. പൂഞ്ഞാർ പോലെ ജയസാധ്യത വളരെ കുറവുള്ള ഒരു മണ്ഡലത്തിൽ 4.5 കോടി ബി.ജെ.പി നൽകിയെങ്കിൽ ജയസാധ്യത ഉണ്ട് എന്ന് അവർ കരുതുന്ന മണ്ഡലങ്ങളിൽ എത്ര പണം ഇറക്കിയിട്ടുണ്ടാകും? അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് വരാം. പക്ഷേ അതിനു മുൻപ് ഈ 4.5 കോടി വന്നിട്ട് ആ 4.5 കോടി എങ്ങോട്ടേക്ക് പോയെന്നറിയില്ല എന്നാണോ പി.സി. ജോർജ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ ക്രമക്കേട് പലയിടങ്ങളിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. നേതൃത്വത്തിനെതിരെയുള്ള വിമർശനങ്ങൾ പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പോലും നടക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവരുടെ പാർട്ടിയുടെ ഔദ്യോഗിക യോഗത്തിൽ എരുമേലിയിൽ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് പി.സി. ജോർജ് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ് ഇത് ചിത്രീകരിച്ചത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പി.സി. ജോർജ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 4.5 കോടിയിൽ പരം രൂപയാണ് പൂഞ്ഞാർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനായി പാർട്ടി നേതൃത്വം നൽകിയത്. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് നൽകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ പലയിടങ്ങളിലും ഈ പണം എത്തിയില്ല എന്നുള്ളതാണ് പി.സി. ജോർജ് വ്യക്തമാക്കുന്നത്. സജി കുരിക്കാട് എന്ന് പറയപ്പെടുന്ന ആൾക്കായിരുന്നു പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ചുമതല. ഈ സജിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം മുമ്പ് സെക്യുലർ പാർട്ടി, അതായത് പി.സി. ജോർജിൻ്റെ സെക്യുലർ പാർട്ടിയിലും കേരള കോൺഗ്രസ് എമ്മിലുമൊക്കെ ഉണ്ടായിരുന്നപ്പോഴും പി.സി. ജോർജിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് ഈ സജി. പാർത്തൂർ പഞ്ചായത്തിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ മേൽനോട്ട ചുമതല പൂഞ്ഞാർ മണ്ഡലത്തിൽ നടത്തിയിരുന്നത്. 4.5 കോടിയിൽ പരം രൂപ സജിയുടെ പക്കലാണ് എത്തിയത്. സജിയാണ് ഈ പണം വീതം വെച്ചു നൽകിയത്. പ്രത്യേകിച്ച് ഒരു ബൂത്തിൽ 31,000 രൂപ. കാലഘട്ടിയിലെ ഒരു ബൂത്തിൽ പരിശോധന നടത്തുമ്പോൾ ആ ബൂത്തിലെ തനിക്ക് 51 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ആ ബൂത്തിലെ വോട്ടിംഗ് നില പരിശോധിക്കുകയാണെങ്കിൽ തനിക്ക് അവിടെ ബഹുഭൂരിപക്ഷം വോട്ട് ലഭിക്കേണ്ടതാണ്. എന്നാൽ എനിക്ക് വോട്ട് ആ ബൂത്തിൽ നിന്ന് ലഭിച്ചില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ബൂത്ത് പ്രസിഡന്റിനെ താൻ ബന്ധപ്പെട്ടിരുന്നു. 31,000 രൂപ വാങ്ങിയിട്ട് എന്ത് പണിയാണ് നടത്തിയതെന്ന് ചോദിച്ചപ്പോൾ ഏത് 31,000 രൂപ എന്ന മറുചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിന് ആ പണം കിട്ടിയില്ല എന്നുള്ളതാണ് ബൂത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സജി കുരിക്കാട്ടിനെ താൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ആർക്കാണ് കാലഘട്ടി ബൂത്തിൽ 31,000 രൂപ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ ആ പണം കൊടുക്കാൻ താൻ മറന്നുപോയി എന്ന മറുപടിയാണ് സജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ആ തുക സജി തന്നെ തിരികെ ഏൽപ്പിച്ചുവെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. അത്തരത്തിൽ വ്യാപകമായ ക്രമക്കേട് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിക്കുള്ളിൽ നടന്നിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലാണ് പി.സി. ജോർജ് നടത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പി.സി. ജോർജിന് ഇക്കാര്യത്തിലുള്ള അതൃപ്തി
പ്രകടമാക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് ശേഷം ഈ പണം കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ കാറുകൾ വാങ്ങിയിട്ടുണ്ട്. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയെടുത്തുകൊണ്ട് കാർ വാങ്ങിയ ആളുകൾ പോകുമ്പോൾ ആ കാർ ഇടിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ പ്രാകുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ പ്രാഗിയാൽ ഫലിക്കുമെന്നും പി സി ജോർജ് ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ വ്യാപകമായ പരാതി ഉയരുന്നതിനിടയിലാണ് പി സി ജോർജിൻ്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മനു, സനോജ്, അതായത് ഈ പണം കൊണ്ട് നേതാക്കൾ പലരും പുതിയ കാറുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ചിന്തിക്കൂ എന്നാണ് പറയുന്നത്. ആ കാറും കൊണ്ട് പോകുമ്പോൾ അത് ഇടിച്ച് തവിടുപൊടിയാകുമെന്നാണോ പ്രാഗി വിടുന്നത്? പ്രാക്കൊക്കെയാണോ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്? സനോജെ, ഇവിടെ പൂഞ്ഞാർ പോരൂർ മണ്ഡലത്തിലേക്ക് 4.5 കോടി കൊടുക്കുകയാണ്. പൂഞ്ഞാറിൽ ബി ജെ പിക്ക് വലിയ വിജയസാധ്യതയൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പി സി തോക്കുമെന്ന് അവിടെയുള്ള അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ 4.5 കോടി കൊടുക്കണമെങ്കിൽ വിജയസാധ്യതയുണ്ട് എന്ന് ഇവർ കരുതിയിരുന്ന മണ്ഡലങ്ങളിലേക്കൊക്കെ എത്ര കോടി ഇറക്കിയിട്ടുണ്ടാകും? ആ ഇടക്കിയ പണം മണ്ഡലത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടോ? വേറെ പല വഴിക്ക് പോയിട്ടുണ്ടോ? വലിയ സംശയങ്ങൾ പി സി ജോർജിന്റെ വാക്കുകൾ നമ്മുടെ മുൻപിലേക്ക് തുറന്നിടുകയാണ്. പി സി ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ പരാജയപ്പെടുമെന്ന് അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാമായിരുന്നുവെന്ന് മനു പറയുമ്പോൾ, പക്ഷേ പി സി ജോർജ് ജയിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഇത്തരത്തിൽ ധരിപ്പിക്കുന്ന കാര്യത്തിൽ, അതായത് പൂഞ്ഞാർ മണ്ഡലത്തിൽ മുൻപ് പാർട്ടി മികച്ച നിലയിലുള്ള വോട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ ഇക്കുറി മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം പി സി ജോർജിനുണ്ടായിരുന്നു. പക്ഷേ ജയിക്കുകയില്ല എന്നുള്ളതായിരുന്നു അവിടെ പൊതുവേ ഉണ്ടായിരുന്ന പറച്ചിൽ. അത് വസ്തുതാപരമായി ശരിയായിരുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറും പാലയും കാഞ്ഞിരപ്പള്ളിയും ഈ 3 മണ്ഡലങ്ങൾക്ക് വലിയ പ്രയോറിറ്റി കൊടുത്ത മണ്ഡലമാണ് ബി ജെ പിയെ സംബന്ധിച്ച്. ആ 3 മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള പണം ഇറക്കിയിട്ടുണ്ട്. പാലായിൽ ഷോൺ ജോർജ്, പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ് മത്സരിച്ചത്. പൂഞ്ഞാറിൽ പി സി ജോർജ് മത്സരിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിലാണെങ്കിൽ ജോർജ് കുര്യൻ മത്സരിച്ചു. പക്ഷേ ഈ 3 മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചതുപോലെ ഒരു മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാലായിലാണെങ്കിലും കോടികൾ ആണ് പ്രചരണ പ്രവർത്തനത്തിന് ഒഴുക്കിയത്. അതേ സമാനമായ രീതിയിൽ പൂഞ്ഞാർ മണ്ഡലത്തിലും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനം സംഘടിപ്പിക്കാൻ പാർട്ടി നേതൃത്വം പണം കൊടുത്തുവെങ്കിലും അത്തരത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു. പാർട്ടി 4.5 കോടിയിൽ പരം രൂപ ഓരോ മണ്ഡലത്തിലേക്കും കൊടുക്കുന്നതിൻ്റെ ഭാഗമായി പൂഞ്ഞാർ മണ്ഡലത്തിൽ ലഭിച്ചു. ആ പണം എവിടെ ചെലവഴിച്ചു എന്ന കാര്യത്തിൽ തനിക്ക് സംശയമുണ്ട്. പല ആളുകളും പണം വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പരിതപിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്കുള്ളിൽ സമീപകാലത്തുണ്ടായ വലിയ തോതിലുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പോലും വലിയ ചർച്ചകൾക്കും തർക്കങ്ങൾക്കും വഴി തുറന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പി സി ജോർജ് ഇത്തരമൊരു പരാമർശം നടത്തുന്നത് എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി സി ജോർജ് ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല എങ്കിൽ കൂടിയും ഈ സജി കൂരിക്കാട്ടിനോടുള്ള അമർഷം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പരസ്യമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്നാലും ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഇത് വലിയൊരു നാണക്കേടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മനു, തീർച്ചയായും വലിയ നാണക്കേട് തന്നെയാണ്. നാണക്കേട് മാത്രമല്ല സനോജ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയധികം തുക എങ്ങനെ ചെലവഴിക്കാൻ കഴിയും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക്? 40 ലക്ഷം രൂപയല്ലേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. 4.5 കോടി രൂപയാണ്. അതായത് 4 കോടി 10 ലക്ഷം രൂപ ബി ജെ പി അധികമായി ഒരു മണ്ഡലത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു. എവിടെ പോയി ഇ ഡി, എവിടെ പോയി പ്രധാനപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ? ആരും അറിയുന്നില്ലേ? അതോ അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുകയാണോ? ആ ഒരു ഭാഗം നിൽക്കുന്നില്ലേ? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഈ പണം കൊണ്ടുപോയവരൊക്കെ ഏത് വഴിക്ക് ഇത് കൊണ്ടുപോയി എന്ന് കണ്ടുപിടിക്കേണ്ടതല്ലേ? ഇതാ പ്രധാനപ്പെട്ട ബി ജെ പി നേതാവ് തന്നെ തുറന്നു പറയുകയാണല്ലോ. ഒരു കാര്യം കൂടി, ഇത് എവിടെ വച്ചാണ് പി സി ജോർജ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ, വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്? അവരുടെ ഏതെങ്കിലും പാർട്ടി യോഗത്തിനുള്ളിൽ വെച്ചാണോ? തീർച്ചയായിട്ടും മനു ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 40 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് ഈ 4.5 കോടി രൂപ സംബന്ധിച്ചുള്ള ഈ പ്രതികരണം പി സി ജോർജിന് പരസ്യമായി നടത്താനും കഴിയുകയില്ല. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കോടിക്കണക്കിന് രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് വിനിയോഗിച്ചുവെന്ന് തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി പുറത്തു വരികയോ ചെയ്തു കഴിഞ്ഞാൽ അത് പി സി ജോർജിൻ്റെ പോലും രാഷ്ട്രീയ ഭാവിയെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ബോധ്യം പി സി ജോർജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പി സി ജോർജ് ഈ വിഷയം
ഈ വിഷയം പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് കൂടുതൽ വഷളാകാൻ നിൽക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പാർട്ടിയുടെ ഒരു യോഗത്തിലാണ് ഇദ്ദേഹം ഇത്തരത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയത്. എരുമേലിയിൽ ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നടന്ന ഒരു പരിപാടി അവരുടെ പാർട്ടിയുടെ ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. മാധ്യമങ്ങൾക്കൊന്നും ഈ പരിപാടിയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു പാർട്ടി പ്രവർത്തകരാണ് ഈ സംഭാഷണം മൊബൈലിൽ ചിത്രീകരിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ ചിത്രീകരിച്ച ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സനോജ്, ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കേസ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട്. ഇപ്പോഴിതാ 4.5 കോടി പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് വന്നുവെന്ന് PC ജോർജ് വെളിപ്പെടുത്തുകയാണ്. ഇതിന്റെ ഉറവിടം ഏത്? ഇതെങ്ങനെ ഈ പണം, ഇത്രയധികം പണം ക്യാഷായി വരുന്നു? ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ? അത് BJP ചെയ്തതുകൊണ്ട് പിന്നെ കേന്ദ്ര ഏജൻസികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും മൗനമായിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും കൊടകരയിൽ നമുക്കറിയാം കോടികളുടെ തിരിമറികൾ നടത്തിയിട്ടുണ്ട്, പണം തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വലിയ ചർച്ചകളൊക്കെ തന്നെ BJPക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പലയിടങ്ങളിലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഉയരുകയും പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകൾ പരാതിയുമായി രംഗത്ത് വരികയും ദേശീയ നേതൃത്വത്തിന് പരാതി പ്രളയം പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ ഇതെങ്ങനെ ഈ ഇടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വലിയ തോതിലുള്ള പരിശോധനകൾ വ്യാപകമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ സമയങ്ങളിൽ പ്രത്യേക സ്ക്വാഡുകളുടെ നേതൃത്വത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ പണം ക്യാഷായിട്ട് ഇത്തരത്തിൽ ആളുകളുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിശദമായ അന്വേഷണം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇത് BJP ആണ്. BJP ദേശീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സനോജിന്റെ ഓർമ്മയിലുണ്ടാകുമല്ലോ ആ കേസൊക്കെ ഏത് വഴി പോയെന്ന്. അതോടൊപ്പം തന്നെയാണല്ലോ BJPയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കിൽ കെട്ടി ലക്ഷക്കണക്കിന് രൂപ ഇറക്കിയെന്ന് മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ യുവ നേതാവിൻ്റെയൊക്കെ വെളിപ്പെടുത്തൽ നമ്മുടെ മുൻപിലേക്കൊക്കെ വന്നത്. അതിലൊന്നും അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികൾ മൗനം പാലിക്കുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞവരുടെ മൊഴി പോലും എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ PC ജോർജിന്റെ വെളിപ്പെടുത്തലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആവിയായി അങ്ങ് പോകും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? തീർച്ചയായിട്ടും ഇത് വാർത്താ മാധ്യമങ്ങളിൽ വാർത്തയാകുമെന്നതിനപ്പുറം ഒരു സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. കാരണം ഒരു കാരണവശാലും ഒരു സമഗ്രമായ അന്വേഷണം നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അതാണ് തെളിയിക്കപ്പെടുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടകര പണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ കേസുകൾ, പിന്നീടുണ്ടായ ആ കേസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മുടെ മുന്നിൽ ഒരു സത്യമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉയരുന്നത്. ഇത് പൂഞ്ഞാർ മണ്ഡലത്തിൽ മാത്രം നടന്ന സംഭവ വികാസമല്ല. സംസ്ഥാനത്തുടനീളം BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആ പാർട്ടിക്കുള്ളിൽ തന്നെ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി പ്രളയം സംസ്ഥാനത്തു നിന്നും പോയിട്ടുണ്ട്. അവർക്ക് പല സീറ്റുകളിലും വിജയസാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലായിലും കാഞ്ഞിരപ്പള്ളിയിലും ഒപ്പം തന്നെ പൂഞ്ഞാറിലുമൊക്കെ തന്നെ അവർ പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായിരിക്കെ ജോർജ് കുര്യൻ മത്സരിച്ച ഒരു മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. ആ കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് തട്ടിപ്പിനെ സംബന്ധിച്ചൊക്കെയുള്ള പരാതി പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ സ്റ്റിക്കർ പതിച്ചുകൊണ്ട് ഒരു ബസ് പുറത്തിറക്കുകയും പിന്നീട് ആ ബസ് നിരത്തിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അവരുടെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ രഹസ്യമായി നടന്ന ചില സംഭവവികാസങ്ങളാണ്. പക്ഷേ അതിൻ്റെ കൃത്യമായ രേഖകൾ, തെളിവുകൾ ഒന്നും നമ്മുടെ പക്കലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ചർച്ചകളൊക്കെ തന്നെ കാഞ്ഞിരപ്പള്ളി മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ PC ജോർജ് അദ്ദേഹം പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ വളരെ രഹസ്യമായി അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ആ പാർട്ടിക്കുള്ളിലെ ആളുകൾ തന്നെ വീഡിയോ എടുത്ത് അത് പരസ്യമാക്കിയതുകൊണ്ടാണ് ഇത് വാർത്തയായി മാറിയത്. പക്ഷേ ഇതൊരു വാർത്തയായി മാറുന്നു എന്നതിനപ്പുറം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ എതിരാളികളോട് EDയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ കാര്യത്തിൽ എന്തായാലും ഉണ്ടാവുകയില്ല. ഇപ്പോൾ മറ്റ് ഏതെങ്കിലും പാർട്ടികളെ സംബന്ധിച്ചാണ് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നത് എങ്കിൽ അതിന് പിന്നാലെ EDയുടെ അന്വേഷണം, പ്രാഥമിക പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഇത് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നാൽ അത് എത്തിപ്പെടുക സംസ്ഥാന നേതൃത്വത്തിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും
മുന്നിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കാനാണ് സാധ്യത. പക്ഷേ പി സി ജോർജ് പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്. ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് വിനിയോഗിക്കാൻ 4.5 കോടിയിൽ പരം രൂപ നൽകുന്നു. ആ 4.5 കോടിയിൽ പരം രൂപ നൽകിയിട്ടും അത് വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം വളരെ വേദനയോടുകൂടി പറയുന്നു. കാരണം അദ്ദേഹം വളരെ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. വിജയിക്കാൻ ആവശ്യമായ പണം അല്ലെങ്കിൽ ബൂത്തുകളിൽ 31,000 രൂപ വീതം നൽകാൻ വേണ്ടി കൃത്യമായി പാർട്ടി നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ അത് എത്തേണ്ട ഇടത്ത് എത്തിപ്പെട്ടില്ല. അത് തൻ്റെ തോൽവിക്ക് ആഘാതമാക്കി എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സങ്കടമാണ് പാർട്ടിയുടെ യോഗങ്ങളിൽ പറയുന്നത്. എങ്ങനെ വിശ്വസിച്ച് ഈ പാർട്ടിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അദ്ദേഹം ആ പാർട്ടി യോഗത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും പി സി അദ്ദേഹത്തിൻ്റെ സങ്കടം ആ പാർട്ടി വേദിയിൽ പറഞ്ഞു. പക്ഷേ അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പണിയാകുമെന്ന് പി സി ജോർജിന് മറ്റുള്ളവരെക്കാൾ നന്നായി അറിയാവുന്ന ആളാണ്. കാരണം അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ നേതൃത്വം കൊടുക്കുകയും മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഗൗരവതരമായ ആക്ഷേപം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇപ്പോൾ പി സി ജോർജ്. ആ പണം എങ്ങോട്ട് പോയെന്ന് അറിയില്ല എന്നാണ് പി സി ജോർജ് പറയുന്നത്. ആരൊക്കെ വിഹിതം പറ്റിയെന്ന് അറിയില്ല എന്നും പി സി ജോർജ് വളരെ ദയനീയമായി തുറന്നു പറയുകയാണ്. സജി എന്ന് പറയുന്ന അവിടുത്തെ ചുമതലയുണ്ടായിരുന്ന നേതാവിന്റെ കയ്യിലേക്കാണ് പണം എത്തിയത്. ആ പണം എങ്ങോട്ട് പോയെന്നതിനെ കുറിച്ച് ഇപ്പോൾ ആർക്കും ഒരു വിവരവുമില്ല. 4.5 കോടി കട്ടപ്പുക. അതാണ് സംഭവിച്ചത് പൂഞ്ഞാറിൽ.